സജിനയും നീതു ശശി തരൂരിന്റെ വാഹനത്തിൽ അനൗൺസ് ചെയ്യുന്ന രണ്ടുപേരാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം? ഒരു 20 ദിവസത്തോളം ആവാൻ പോകുന്നു ഞങ്ങളുടെ പ്രചരണം തുടങ്ങിയിട്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രചരണമായിരുന്നു ഇതുവരെ നമുക്ക് കിട്ടിയിരുന്നത്. അനൗൺസ്മെന്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു അനൗൺസർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നേരിട്ട് അറിയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ റിയാക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പ്രചരണത്തിനായിട്ട് നടക്കുമ്പോൾ. ബേസിക്കലി നിങ്ങളൊക്കെ അനൗൺസർമാരാണോ അതോ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അനൗൺസ് ചെയ്യുന്നതാണോ? ഒരിക്കലല്ല, ഞങ്ങൾ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ്. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നു, ആ സമയത്ത് ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം വരുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുറച്ചുകൂടെ വാശിയുണ്ടാവും. ഞങ്ങൾ കുറച്ചുകൂടെ അവർ സംസാരിക്കുന്നതിനേക്കാളും ഒളിയത്തി സംസാരിച്ച് ആൾക്കാർ കുറച്ചുകൂടെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കടന്നാക്രമിക്കാൻ തോന്നാറുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ ബഹുമാനം മര്യാദ നിലനിർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും അത് അവർ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഞങ്ങൾ വലുതായിട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല. അല്ലാണ്ടുള്ള പ്രചരണ വാഹനങ്ങളാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ തന്നെ ഉള്ള രീതിയിൽ നല്ല രീതിയിലുള്ള റെക്കോർഡുകൾക്ക് വോളിയം കൂട്ടിയിട്ട് നമ്മുടെ ശബ്ദം കുറച്ച് ഉയർന്നു കേൾക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്താറുണ്ട്. അനൗൺസർമാർ എങ്ങനെ കുറവാണോ അതോ ഈ റെക്കോർഡിങ്സ് ആണല്ലോ നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കാം. റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പോൾ റെക്കോർഡിങ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അനൗൺസ്മെന്റിലൂടെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് റെക്കോർഡ് ഇട്ട് കേൾപ്പിക്കുകയും സാറ് വരുന്നതിന് കുറച്ച് നേരം മുമ്പായിട്ട്, അപ്പോൾ സാറിന്റെ മുന്നിൽ നിന്നുള്ള പൈലറ്റ് വണ്ടികളിൽ നിന്നൊക്കെ അനൗൺസർമാർ ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ സ്ത്രീകള് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിലൊരു വ്യത്യസ്തത ആൾക്കാർക്കും തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ വളരെ അതിശയത്തോടെയാണ് നമ്മളെ വന്ന് നോക്കുന്നത്. പിന്നെ നല്ല ചൂടാണ്. അപ്പൊ ഈ ചൂട് സമയത്ത് നിങ്ങളുടെ ഈ ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഇലക്ഷന്റെ ചൂട് വെച്ച് നോക്കുമ്പോ ഇതൊരു ചൂടല്ല. നിങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാശ് വല്ലതും കിട്ടാറുണ്ടോ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന ചാർജാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രസ്ഥാനം വളരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്നു. അപ്പൊ നിങ്ങളെ കൊണ്ട് ഒരു ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങളെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിളിച്ച് ജയിപ്പിക്കുക. അതാണ് അനൗൺസർമാരെല്ലാം അങ്ങനെയാണ്, സ്ഥാനാർത്ഥിയെ വിളിച്ച് ജയിപ്പിക്കുക. പ്രേം ശശിക്കൊപ്പം ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.